ഒരു ഈസി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? മാമ്പഴ പുളിശ്ശേരിന്നോ മാങ്ങാക്കറിയെന്നോ എന്ത് വേണം ഇതിനെ വിളിക്കുക കേട്ടോ. മാങ്ങാ സീസണാണല്ലോ, എല്ലാവരും വീട്ടിലുണ്ടാവും. ഒരു പൊടി തേങ്ങ പോലും വേണ്ട കേട്ടോ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. മാങ്ങ നമ്മൾ ഇതുപോലെ തോല് വലിച്ച് കീറിയെടുക്കുക കേട്ടോ. തോല് ചെത്തി എടുക്കല്ല, ഇതുപോലെ വലിച്ചെടുക്കണം. തോല് ആവശ്യമുണ്ട്. തോലെല്ലാം കീറിയെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് മാങ്ങ വേവിക്കാൻ വെക്കുക. വേവിക്കുമ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഈ മാങ്ങേൻ്റെ ചാറ് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടാട്ടോ ഒഴിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അത് കിടന്ന് നന്നായിട്ട് വെന്തിട്ട് വരും. ശർക്കര ആവശ്യത്തിന് ചേർക്കാം, മധുരത്തിന് ശർക്കരപ്പൊടി എന്ത് വേണേൽ ചേർക്കാം കേട്ടോ. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൻ്റെ മെയിനായിട്ട് ഇതിനെ കുറുകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതും നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് അത് കുറുകി വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കറക്റ്റായിട്ട് വരുന്നത്. അതിനുശേഷം നമ്മളിത് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നോർമലി നമ്മൾ വെളിച്ചെണ്ണയിൽ വറവിടാൻ വേണ്ടിയിട്ട് കടുക്, ഉഴുന്ന്, കറിവേപ്പില, വറ്റൽമുളക് ഇത് മൂന്നും കൂടിയാണ് വറവിടുന്നത്. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ. ഫുൾ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.